ആലുവ റൂറൽ എസ്.പി ഓഫീസിന് മുന്നിലെ പച്ചക്കറി ഹോൾസെയിൽ കടയിൽ കവർച്ച സംഭവിച്ചു. ബൈക്കുകളിലെത്തിയ ഒരു സംഘം കടയിൽ കയറി പച്ചക്കറികൾ കവർച്ച ചെയ്യുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മോഷ്ടാക്കളിൽ ഒരാളായ 15 വയസ്സുകാരനെ നാട്ടുകാർ പിടികൂടി. കയറി കുറച്ച് പച്ചക്കറിയും തേങ്ങയൊക്കെ എനിക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ട്, അപ്പൊ അത് കഴിഞ്ഞ് ഇവിടുന്ന് എടുത്തുപോയ വഴിയാണ് താഴത്തെ ഒരു വണ്ടി എന്തോ ഓഫായി നിന്നോടുകൂടി പിന്നെ നാട്ടുകാർ കൂടി പിടിച്ച് സ്റ്റേഷനിലേക്ക് അറിയിച്ചെന്നുള്ളതാണ് എനിക്ക് അറിവ് കിട്ടിയത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം ഇവിടെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിത് ആൾക്കാര് പിള്ളേരാരെങ്കിലൊക്കെ എണീറ്റ് വന്ന പിള്ളേര് ഇതിന്റെ പുറകെ തന്നെ താമസിക്കുന്നതാണ്. അപ്പൊ ഇവര് എണീറ്റ് വന്നു കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ വല്ല മോത്തടിക്കാനാ അങ്ങനെ എന്താ ഉദ്ദേശാണെന്നുള്ളതാണ് തോന്നുന്നത്. റിയ ബേബിയുണ്ട്. റിയ, എന്താണ് ആ കയ്യിലിരിക്കുന്ന സാധനം? എന്താണ്? 15 വയസ്സുകാരൻ ഉൾപ്പെടെ 15 വയസ്സുകാരനാണ് പിടികൂടിയത്. ഈ പച്ചക്കറി മോഷണം അത് പുതുമയുള്ള ഒരു കേൾവിയാണ്. എന്താണ് സംഭവം? രതീഷ്, പണമൊന്നും പോയിട്ടില്ലെന്നാണ് കടയുടമ തന്നെ വ്യക്തമാക്കുന്നത്. പച്ചക്കറികളും തേങ്ങയുമാണ് ഈ 15 വയസ്സുകാരൻ ഉൾപ്പെട്ട മോഷ്ടാക്കളുടെ 6 അംഗ സംഘം ആലുവ റൂറൽ എസ്.പി ഓഫീസിന് തൊട്ട് മുമ്പുള്ള ഹോൾസെയിൽ പച്ചക്കറി കടയിൽ നിന്ന് മോഷ്ടിച്ചത്. ഇത് പുലർച്ചയോടെയായിരുന്നു ഈ സംഘം ബൈക്കിലെത്തിയത്. അവിടെ ഒന്ന് തേങ്ങയൊക്കെ ചാക്കിലേക്ക് എടുത്തിടുന്നതിന്റെ ശബ്ദം കേട്ടപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങുകയായിരുന്ന തൊഴിലാളികൾ എഴുന്നേറ്റ് വന്നു. അവരെ കണ്ടതോടുകൂടി ഇവർ ബൈക്കിൽ സാധനങ്ങളുമായി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അങ്ങനെ പോകുന്നതിനിടയിലാണ് ഈ കൂട്ടത്തിലുള്ള 15 വയസ്സുകാരൻ ഓടിച്ച വാഹനം പെട്രോൾ തീർന്ന് അവിടെ നിന്ന് പോയത്. നാട്ടുകാർ പിന്നാലെ വന്ന് ഈ മോഷ്ടാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഒരു 15 വയസ്സുകാരൻ ഉൾപ്പെട്ട സംഘമാണ്. എന്തുകൊണ്ടാണ് പണമൊന്നും ഇവർ മോഷ്ടിച്ചതായി പറയുന്നുമില്ല. ചില ചെറിയ തുക അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് മറ്റുള്ളവർക്കായി അന്വേഷണം വ്യക്തത വേണം. അത് മോഷണമാണോ എന്ന കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. കൗമാരക്കാരാണ്. എന്തെങ്കിലും അക്രമമോ രസത്തിന് വേണ്ടി ചെയ്തതാണോ? പച്ചക്കറിയൊക്കെ പാരി പുറത്തേക്കിടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.